ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മുടി പൊഴിച്ചിൽ മാറാനും മുടി കരുത്തോര വളരാനും താരൻ പോകാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കൂടുതൽ കരിവേപ്പിലയും കൊണ്ട് എണ്ണ കാച്ചിയതാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് യാതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കരിവേപ്പിലയാണ്. കരിവേപ്പില വെച്ച് തന്നെ നമുക്ക് എണ്ണ കാച്ചിയതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഞാൻ UAE നിന്നാണ് കാണിക്കുന്നത്. എനിക്ക് ഇവിടെ കരിവേപ്പില ഇല്ലായിരുന്നു. അപ്പം സൈഡിലെ ആൻറ്റിയെ ഞങ്ങൾക്ക് കരിവേപ്പില കുറച്ചേറെ തന്നായിരുന്നു. അവർ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സമയത്ത് എനിക്ക് എണ്ണ കാച്ചാൻ സമയം കിട്ടിയില്ല. കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് അവർക്ക് ചെറിയ പനിക്കോളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കരിവേപ്പിലയൊക്കെ ഞാൻ എണ്ണ എടുത്തു. അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഉണക്കിയെടുത്തേ. ഉണക്കി അത് മിക്സറിനകത്ത് പൊടിച്ചെടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ എണ്ണ കാച്ചിയത് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നല്ല പച്ച കരിവേപ്പില, നല്ല നാച്ചുറൽ ആയിട്ടുള്ള കരിവേപ്പില കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കരിവേപ്പില തന്നെ ഉപയോഗിക്കണം. ഇത് ഞാൻ ഉണക്കിയെടുത്തതിൻ്റെ ശേഷം എണ്ണ എങ്ങനെയാണ് കാച്ചിയെടുത്തത് കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ എണ്ണ ഉണ്ടാക്കുമ്പം അതിനൊരു പ്രത്യേക മണവും ഗുണവും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന എണ്ണയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാ ചേരുവകൾ ഉള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ നമ്മൾ ഒരുപാട് ചേരുവകൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതേസമയം നല്ല ഒരു ഗുണം കിട്ടുന്ന എണ്ണയാണിത്. നമ്മളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ മതി. നമ്മളുടെ വീടിൻ്റെ പറമ്പിലൊക്കെ കിളുത്ത് വരുന്ന സാധനങ്ങൾ വെച്ചാണ് ഈ എണ്ണ കാച്ചിയേക്കുന്നത്. ഇത് ഞാൻ നമ്മളുടെ കരിവേപ്പില ഉണക്കി പൊടിച്ച് ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കാൻ. അപ്പം നമുക്ക് നോക്കാം വളരെ കുറച്ച് ചേരുവകൾ വെച്ച് തന്നെ ഈ എണ്ണ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് പനിക്കൂർക്കയിലയും തുളസി ഇലയും. പനിക്കൂർക്കയില കുറച്ച് മതിയെ, ഒരു 8-10 ഇല കിട്ടുവാണെങ്കിൽ അത്രയും മതി. ഈ പനിക്കൂർക്കയില നമ്മൾ എണ്ണ കാച്ചുമ്പം ചേർത്ത് കൊടുത്താൽ കോൾഡ്, ചുമ, പനി ഇതൊന്നും തന്നെ വരത്തില്ല. പിള്ളേരുടെ തലയിലൊക്കെ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കത്തില്ലേ. പിന്നെ ഇതിൻ്റെ ജ്യൂസ് ഒക്കെ നമ്മൾ മൂക്കി ഒന്ന് നല്ലോണം ഒന്ന് തേച്ച് കൊടുത്താലൊക്കെ ഈ ചുമയും കോൾഡൊക്കെ വരുന്ന അത് പെട്ടെന്ന് മാറിക്കിട്ടുമേ. തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് സ്റ്റീം എടുത്താൽ മതി. പനിക്കൂർക്ക വെച്ച് തലവേദന ഉള്ളവർക്ക് നല്ല ഒരു ഇഫക്റ്റീവ് മരുന്നാണ് പനിക്കൂർക്ക. നിങ്ങൾ ചൂട് വലിക്കാൻ നേരത്ത് ഈ പനിക്കൂർക്ക ഇട്ടൊന്ന് ചൂട് വലിച്ച് നോക്കിക്കുക, നിങ്ങളുടെ തലവേദനയൊക്കെ മാറിക്കിട്ടുമേ. ഇനി അടുത്തത് ഞാൻ എടുത്തേക്കുന്ന ഒരു 2-3 തണ്ട് മുരിങ്ങ ഇലയാണ് ഈ എടുത്തേക്കുന്നത്. മുരിങ്ങ ഇലയ്ക്കകത്ത് വിറ്റാമിൻ എയും ബിയും omega-3 ഫാറ്റി ആസിഡും ഒക്കെ ചേരുന്നുണ്ട്. കൂടാതെ നമ്മളുടെ മുരിങ്ങ ഇലയ്ക്കകത്ത് കെരാറ്റിനും ചേരുന്നുണ്ട്. മുരിങ്ങ ഇല ഹെയർ ഗ്രോത്തിനും നല്ല കറുത്ത തലമുടി വളരാനും കരിവേപ്പിലയും അതേപോലെ നല്ല കറുത്ത തലമുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുരിങ്ങ ഇല വെച്ച് ഹെയർ ടോണറും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ മുരിങ്ങയില നല്ലോണം ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചതിൻ്റെ ശേഷം ആറിയെടുക്കുക വെള്ളം. അതൊരു സ്പ്രേ ബോട്ടിലിൽ ഇട്ട് നമ്മളുടെ ഹെയറിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതൊരു ഹെയർ ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ഞാൻ കുറച്ച് തുളസി ഇലയാണ് വേണ്ടിയത്. ഇത് ഞാൻ പറിച്ചത് തണ്ടും പൂവും ഒക്കെ ഉണ്ട്. പക്ഷെ തണ്ടും പൂവും ഒക്കെ കളഞ്ഞ ഇല മാത്രം മതിയേ. 1 ടേബിൾ സ്പൂണോളം ഉലുവയും കൂടെ വേണം. ഈ ഉലുവ നമ്മളുടെ തലയുടെ ഡാൻഡ്രഫ്, പിന്നെ ഹെയർ ഗ്രോത്തിന്, പിന്നെ കഷണ്ടി ഉള്ളവർക്ക് തലമുടി വളരാനും നല്ല ഒരു സാധനമാണ്. അപ്പം നമ്മൾ എങ്ങനെയായി എണ്ണ കാച്ചുന്ന ഇത് പ്രോസസ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി എടുക്കുക. ഇരുമ്പിൻ്റെ കടായി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എണ്ണ കാച്ചാൻ. ഇത് എൻ്റെ കൈ അലുമിനിയം കടായിയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ അലുമിനിയം എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടിയ എണ്ണയ്ക്കകത്ത് ഈ ഇലയൊക്കെ ഒന്ന് നല്ലോണം കഴുകി വെള്ളമൊക്കെ തോർന്ന് കഴിയുമ്പോഴത്തേക്കിന് എണ്ണയ്ക്കകത്ത് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കണേ. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണേ. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം ഒന്ന് തിള വന്നിട്ടുണ്ട്.
തിളയ്ക്കുമ്പം തന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളറും ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങും. എണ്ണ കാച്ചുമ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എണ്ണയുടെ കളറ്. ഈ എണ്ണ നമ്മൾ കാച്ചുമ്പം വരേണ്ടത് പച്ച കളറാണ്. കളറ് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് കളറ് മാറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഈ എണ്ണയ്ക്ക് വേണ്ടിയത് നല്ല പച്ച കളറാണ് വേണ്ടിയത്. അപ്പോൾ ഈ കളറ് മാറാതെ ഇരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് ഞാൻ പൊടിച്ചു വെച്ച കരിവേപ്പില പൊടിയാണ് ഈ കാണിച്ചത്. ഗ്ലാസ് ജാറിൽ ഒരു 3-4 ദിവസം മുന്നേ തന്നെ ഉണക്കി പൊടിച്ചു വെച്ചതാണ്. അപ്പം ഒരു 20-25 മിനിറ്റ് വരെ വെക്കണം. ഈ എണ്ണ നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഈ എണ്ണ തലയ്ക്ക് തണുപ്പ് കിട്ടുന്നതും കൂടെയാണ്. ആദ്യമായിട്ട് ഈ എണ്ണ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 20-25 മിനിറ്റ് എന്തായാലും നല്ല കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമ്മൾ തീ ഓഫാക്കി കൊടുക്കുക. അതിന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉണക്കി വെച്ച കരിവേപ്പിലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ. പച്ച കരിവേപ്പിലയാണെങ്കിൽ ആ പച്ച ഇലയുടെ കൂടെ തന്നെ ഇട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഓഫാക്കാൻ പറ്റും. ഇത് പൊടിയാണ് ചേർക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ തീ ഓഫാക്കിയിട്ട് ആ പൊടി ചേർത്തേക്കുന്നത്. ഇനിയും ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പം ഒരു വലിയൊരു പാത്രത്തിൽ നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ തുണി വിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ കോട്ടൺ തുണി നല്ലോണം ഒന്ന് ഫിറ്റാക്കി വിരിച്ചിട്ടതിൻ്റെ ശേഷം നമ്മൾ എണ്ണ അരിച്ചെടുത്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി തലയ്ക്ക് നല്ല തണുപ്പ് തരുന്ന ഒരു എണ്ണയാണിത്. അതുകൊണ്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ എണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം തേച്ച് വെക്കരുത്. ഒരു 10 മിനിറ്റ് തേച്ചതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾ കഴുകി കളയുക. ഒരു ചെറിയ ഷാമ്പൂ ഇട്ടൊന്ന് കഴുകി കളയണം. അല്ലെങ്കിൽ പച്ച നിറത്തിലെ കറ നമ്മുടെ തലയിലൊക്കെ വരും. പിന്നെ കൂടാതെ ഇത് കോൾഡും പനിക്കോളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ യൂസ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ എന്നും തേക്കാം. ആഴ്ച 2-3 ദിവസം നിങ്ങൾക്ക് തേക്കാൻ പറ്റും. ഇപ്പം ഈ എണ്ണ തന്നെയല്ല, ഏത് എണ്ണ നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റ് മാത്രം വെക്കുക. അത് കഴിയുമ്പം നിങ്ങളൊന്ന് കഴുകി കളയാം. ചൂട് എണ്ണയുടെ ആറിയതിൻ്റെ ശേഷം മാത്രമേ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാവുള്ളൂ തുണി. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോവും. നല്ല പച്ച കളറിലെ എണ്ണയാണ് ഇത് കിട്ടിയേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്നത് കരിവേപ്പിലയും മുരിങ്ങയിലയും തുളസിയിലയും പനിക്കൂർക്കയിലയും കൂടാതെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും ചേർക്കാൻ പറ്റുമേ. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല, തുളസിയില ഇല്ലെങ്കിലും പനിക്കൂർക്ക ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കരിവേപ്പില മാത്രം ഇട്ട് തന്നെ നിങ്ങൾക്ക് ഈ എണ്ണ കാച്ചിയെടുക്കാൻ പറ്റും. നല്ല ഒരു എണ്ണയാണിത്. മുടി കറുത്തോടെ വളരാനും ഡാൻഡ്രഫ് പോകാനും പിന്നെ തലയുടെ ഉള്ളിൽ നിന്ന് തന്നെ നല്ല കറുത്ത തലമുടി വളരാനും ഒക്കെ നല്ല ഒരു എണ്ണയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്കൊക്കെ നല്ലതാണിത്. ഒരു സൈഡ് ഇഫക്റ്റും ഒരു കെമിക്കലും ഒന്നും ചേരുവകൾ ഇല്ലാത്ത ഒരു എണ്ണയാണിത്. ഇനി നമ്മളുടെ ഈ എണ്ണ നല്ലോണം ആറിക്കിട്ടണം. ആറിയതിൻ്റെ ശേഷം തന്നെ ഒരു ഗ്ലാസ് ജാറിനകത്തോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്തോ വെള്ളമയം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ബോട്ടിൽ എടുക്കുക. അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഒരു 3 മാസത്തേക്കിനൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. ഈ എണ്ണ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒരു 10 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം നിങ്ങൾ കഴുകി കളയുക. നമ്മളിത് ഇതുപോലത്തെ പലതരത്തിലെ ഹെയർ പാക്ക്, ഹെയർ മാസ്ക് തേച്ചും കൊണ്ട് മാത്രം മുടി നല്ലതായിട്ട് വളരണം ഇല്ല കേട്ടോ. ഹെൽത്തി ഡയറ്റും കൂടെ ഫോളോ ചെയ്യണം. ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ധാരാളമായിട്ട് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഈ എണ്ണ അരമണിക്കൂർ തേച്ചതിൻ്റെ ശേഷം നമ്മൾ കഴുകി കളയുക. കഴുകി കളയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മൈൽഡ് ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ച് കഴുകി കളയാം. ഇനിയും നിങ്ങൾക്ക് ചുമ പെട്ടെന്ന് തന്നെ പിടിക്കുക, കോൾഡ്, അലർജി, തുമ്മൽ ആണെങ്കിൽ 5-10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ കഴുകി കളയണേ. പിന്നീട് ഈ സമയം കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതിയെ. അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങൾ, വിറ്റാമിൻ ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളുടെ മുടി പൊഴിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ആദ്യം ട്രീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഈ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങുക. നമ്മൾ പിഴിഞ്ഞ് മാറ്റിയ ഈ പിഷിട് കളയേണ്ട ആവശ്യമില്ല. ഇതും നമുക്ക് ഒരു ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് 2 ദിവസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് എടുക്കാം. നിങ്ങളുടെ തലമുടിയുടെ നീളം അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. അത്രയും എടുത്തിട്ട് അത്രയും തന്നെ അളവിൽ നമുക്ക് ഇച്ചിരി തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണേ. അപ്പം നമുക്ക് ഒരു ഹെയർ മാസ്ക് ആയിട്ട് കിട്ടും. ഇതും നമുക്ക് തലമുടിയെ ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് കഴുകി കളയണേ. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നല്ല തണുപ്പ് കിട്ടുന്ന, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന ഹെയർ മാസ്ക് കൂടിയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ വെച്ച് കഴിഞ്ഞ് ഒന്ന് മൈൽഡ് ഷാമ്പൂ ഇട്ടൊന്ന് കഴുകി കളയണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹെയർ മാസ്കും ഹെയർ ഓയിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലും റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം ഇനിയും വേറൊരു ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.